പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്ന സുന്ദരമായ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിന്ന് ഈശോയുടെ സ്നേഹത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സഹായത്തോടെ പൗലോസ്ലീഹയോട് ചേർന്ന് ഈ കാര്യങ്ങളൊന്ന് ചിന്തിക്കാൻ പോകണം. നിങ്ങൾ മത്തായി സുവിശേഷം എടുക്കണമെന്നില്ല, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ വചനം വായിക്കുമ്പോഴൊക്കെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. പ്രത്യേകിച്ച് മത്തായി സുവിശേഷത്തിൽ 5, 6, 7 അധ്യായങ്ങളിൽ ഈശോയുടെ മലയിലെ പ്രസംഗത്തിൽ ഈശോ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് വളരെ പ്രത്യേകിച്ച് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമായിരിക്കും. ഈശോ ഇങ്ങനെ പറയും, നിങ്ങൾ അവരെ പോലെ ആവരുത്. നിങ്ങൾ കണ്ടിട്ടില്ലേ അവരങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങൾ അവരെ പോലെ ആവരുത്. അവരിങ്ങനെ നീണ്ട വസ്ത്രമൊക്കെ ധരിച്ച് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ കാണിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കും. അവരെ പോലെ ആവരുത്. എന്നെ പറ്റിയല്ല, നിങ്ങളിതിന് എന്നെ തുറച്ചു നോക്കുന്നത്. ബൈബിളിൽ അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അവർ പൊതുസ്ഥലത്ത് അച്ചോ എന്നൊക്കെ വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, നിങ്ങളൊന്നും വിളിക്കണ്ട, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഈ ഫരിസേയരെക്കുറിച്ച്, നിയമജ്ഞരെക്കുറിച്ച്, സദുക്കാരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഈശോ എടുത്തിട്ട് അലക്കുന്നുണ്ട്. അവരോട് പറയാണ്, നിങ്ങൾ അവരെ പോലെ ആവരുത്. പ്രത്യേകിച്ചൊക്കെ പറയുന്നില്ല, അവർ മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, അവർ പഠിപ്പിക്കുന്നു, പക്ഷേ ചെയ്യുന്നില്ല. നിങ്ങൾ അവരെ പോലെ ആവരുത്. ഒരു ക്രിസ്തു ശിഷ്യന്, ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാൾക്കുള്ള ഏറ്റവും വലിയ നിയമങ്ങളിലൊന്നാണത്, നിങ്ങൾ അവരെ പോലെ ആവരുത്. പൗലോസിന്റെ ജീവിതത്തിലെ ഒരു സുന്ദരമായ സംഭവമാണ് ഈ അപ്പോസ്തല പ്രവർത്തനം 16, 17 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ പൗലോസിനെ ഓടിച്ചിട്ടടിയാണ്. അത്രയും കാലം ഒരു കുഴപ്പമില്ല, പൗലോസ് എല്ലാവരെയും ഓടിച്ചിട്ടടിക്കുമായിരുന്നു. ഈശോയെ മുറുകെ പിടിക്കാൻ തുടങ്ങി പിന്നെ പൗലോസിന് നിൽക്കപ്പുറത്തില്ല, ഇരിക്കപ്പുറത്തില്ല, അടിയോടടി, ഓട്ടം. അങ്ങനെ ഓടി ഒരു ചേട്ടൻ്റെ വീട്ടിലെത്തും. ജാസൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ് പൗലോസും സീലാസും എല്ലാം. ഇവരെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ഈ ശത്രുക്കൾ പറയുന്നൊരു കാര്യമുണ്ട്, പൗലോസും സീലാസും ഇവിടെ ഉണ്ടെന്നല്ല പറയണത്, ലോകത്തെ തലകീഴ് മറിച്ച മനുഷ്യർ ഇവിടെ ഉണ്ട്, അവരിവിടെ എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലോകം നടക്കുന്ന പോലെ അല്ല അവർ നടക്കുന്നത്, ലോകം ചിന്തിക്കുന്ന പോലെ അല്ല അവർ ചിന്തിക്കുന്നത്. ക്രിസ്തു ശിഷ്യനെ മറ്റുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന, ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാളെ മറ്റൊരാളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഏറ്റവും വലിയ കാര്യം, അവർ മറ്റുള്ളവരെ പോലെ അല്ല, അവർ ലോകത്തെ തലകീഴ് മറിക്കുന്ന മനുഷ്യരാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസിലെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പൗലോസിനെ കുറിച്ചൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും വിശുദ്ധി, വിശ്വാസത്തെക്കുറിച്ചൊക്കെയാണ്. നമ്മുടെ ജീവിതമായിട്ട് ചേർത്ത് ചിന്തിക്കണം. ഈശോ പറയാണ്, നിങ്ങൾ അവരെ പോലെ ആവരുത്. പ്രത്യേകിച്ച് നമുക്ക് ചില സഹനങ്ങൾ, വേദനകളൊക്കെ വരുമ്പോൾ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അവരെ പോലെ ആവരുത്. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ പറഞ്ഞുതരാം. നിങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്നവരാണ്, വചനം മുറുകെ പിടിക്കുന്നവരാണ്, ബലിയർപ്പിക്കുന്നവരാണ്, എന്നെ വന്നാലും കർത്താവ് കൂടെ ഉണ്ടെന്ന് ബോധ്യമുള്ളവരാണ്. ആണോ? സ്വന്തമായിട്ട് കൊണ്ടുവന്ന ആ തലയൊന്ന് നാട്ടിൽ കാണിക്കൂ. അതെ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്നു, അപ്പുറത്തെ കുറേ പേര് ഈശോയിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ, ഇല്ലേ? എല്ലാവർക്കും ഈശോയെ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലായവർക്ക് ആ സ്നേഹം പൂർണ്ണമായിട്ട് പിടികിട്ടിയിട്ടില്ല. വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് വണ്ടേക്കൊക്കെ വന്നവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലേലും സഹനമുണ്ട്. ശരിയാണോ? നിങ്ങൾ ഇന്ന് കുരിശ് വരച്ച് എഴുന്നേറ്റാലും കുരിശ് വരയ്ക്കാണ്ട് എഴുന്നേറ്റാലും വരേണ്ടതാണെങ്കിൽ ഇന്ന് പെരുന്നാൾ പടക്കം പൊട്ടിച്ച് വണ്ടി പിടിച്ച് വന്നേക്കും. നിങ്ങൾ അവരെ പോലെ ആവരുത്. എന്താ ഈശോ പറയണേ? സാധാരണ മനുഷ്യർ ഒരു സഹനം വരുമ്പോഴത്തേനും തളർന്ന് ഇല്ലാണ്ടായിപ്പോവും, പെട്ടെന്ന് തീർന്നു പോകും, പെട്ടെന്ന് മരിക്കും, പെട്ടെന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും. വീട്ടിലൊരു മരണം സംഭവിക്കുന്നു, വീട്ടിലൊരു വലിയ സങ്കടം സംഭവിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ച് ഉത്തരം വൈകുന്നു, അവർ പെട്ടെന്ന് നിരാശയിലേക്ക് പോകും. ഈശോ പറയാണ്, നിങ്ങൾ അവരെ പോലെ ആവരുത്. സഹനത്തെക്കുറിച്ചൊക്കെ പ്രത്യേകിച്ച് ചിന്തിക്കും. നമുക്ക് ഈ ലൈഫിലൊക്കെ ഉണ്ടാവുന്ന ഒരു സഹനത്തെ, ഒരു 4 ടൈപ്പ് സഹനങ്ങൾ നമുക്ക് വരാറുണ്ട്. നിങ്ങൾക്ക് അറിയാം ഇത്. ഒന്ന്, നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്, ഒന്ന് ഞാൻ വരുത്തി വെക്കുന്ന സഹനങ്ങൾ ഉണ്ടോ? നിങ്ങൾ എണ്ണ 1, 2, 3, 4, 5 എത്ര എണ്ണമാണ് നമ്മൾ ഒപ്പിച്ചു വെച്ച സഹനങ്ങളുണ്ടോ? ഉണ്ടോ? ഒരു എക്സാമ്പിൾ എന്താ? നിങ്ങൾ പിന്നെ ഫോണിൽ നോക്കി റോഡ് ക്രോസ് ചെയ്തു, വണ്ടി വന്നിടിച്ചു, നിങ്ങളുടെ കാലൊടിഞ്ഞു, സഹനമാണോ? ആന്ന് പറ, ഇല്ലെങ്കിൽ പിന്നെ അത് ഒരു സുഖമായിട്ട് മാറും അല്ലേ? മൊബൈലിൽ നോക്കിക്കൊണ്ട് റോഡ് ക്രോസ് ചെയ്തു, വണ്ടി വന്നിടിച്ചു, കാലൊടിഞ്ഞു, സഹനം. ആര് വരുത്തി വെച്ച സഹന? മൊബൈൽ, വണ്ടി, ആര്? ഞാൻ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുഞ്ഞ് എക്സാമ്പിളാണ് പറഞ്ഞു. ഇഷ്ടം പോലെയുണ്ട് നമ്മൾ വരുത്തി വെക്കുന്ന സഹനങ്ങളുണ്ട്. രണ്ടാമതൊരു സഹനം, മറ്റുള്ളവർ കാരണം വരുന്ന സഹനങ്ങളുണ്ട്. എത്ര എണ്ണം അല്ലേ? ആരും ഇപ്പോൾ ഓർത്തെടുക്കാൻ ശ്രമിക്കണ്ട, ചിലപ്പോൾ ഒരു ലുത്തിനിയ പാടേണ്ടി വരും. അവരനുഗ്രഹിക്കല്ലേ. നിങ്ങൾ മര്യാദയ്ക്ക് റോഡ് ക്രോസ് ചെയ്ത് പോവാണ്, മൊബൈലൊക്കെ പോക്കറ്റിലാണ്, അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു. ഒരാൾ കള്ളു കുടിച്ച് വണ്ടി ശ്രദ്ധയില്ലാതെ ഓടിച്ച് വരുന്നു, നിങ്ങളെ ഇടിക്കുന്നു, നിങ്ങളുടെ കാലൊടിയുന്നു. സഹനമാണോ? ആണ്. ആര് കാരണം? നിങ്ങൾ കാരണമല്ല, മറ്റൊരാളുടെ തെറ്റ് കാരണം വരുന്ന സഹനം. പിടികിട്ടിയോ? ഒന്ന്, ഞാൻ വരുത്തി വയ്ക്കുന്നത്. 2, മറ്റുള്ളവർ കാരണം വരുന്നത്. മൂന്നാമത്തുണ്ട്, നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഇല്ലെങ്കിൽ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നവരാണ് ദൈവം അനുവദിച്ച സഹനങ്ങൾ. അങ്ങനെയുണ്ടോ? ചിലപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പറയും, ഓ കർത്താവ് അനുവദിച്ചതാണ്.
അങ്ങനെയല്ല. ശരിക്കും കർത്താവിന് ചിലരെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി സഹനമൊക്കെ കൊടുക്കാറുണ്ട്. എന്തിനാ? നട്ടല് സ്ട്രോങ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എണ്ണയിലിട്ട് പുഴുങ്ങുമല്ല ചെയ്യുന്നത്, എണ്ണയിലിട്ട് വറക്കും. പുഴുങ്ങലൊന്നും ഉണ്ടാവില്ല. മനെ കുളിക്ക് മിടുക്കനാവ് കുഴമ്പൊക്കെ തേക്കുന്നല്ല, എണ്ണയിലിട്ട് നല്ല വറക്കുകളൊക്കെ കിട്ടും. ഈശോയ്ക്ക് നിങ്ങളെ കൊണ്ട് വല്ല ആവശ്യമുണ്ടെങ്കിൽ ശരിക്കും നല്ല പണി കിട്ടും. പണി എന്ന് വെച്ചാൽ പോസിറ്റീവ്ലി നിങ്ങളെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ചാറൊന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈശോ ചിലപ്പം ഇങ്ങനെ അരയ്ക്കും. എന്നാണ് ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങൾ. എന്തിനാണത്? നമ്മുടെ നാശത്തിനാണോ? നമ്മൾ ഇല്ലാണ്ടായി പോകാനാണോ? അല്ല. കർത്താവിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉള്ളതുകൊണ്ട് ആ പദ്ധതിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ സഹനത്തിലൂടെ കടന്നു പോയേ മതിയാവുള്ളൂ. പൗലോസ്ലീഹ പറയുന്നത്, പത്രോസ്ലീഹ പറയുന്നു, പഴയ നിയമത്തിൽ ജോബ് പറയുന്നു, സഹനത്തിൻ്റെ ആ തീച്ചൂളയിലൂടെ വെന്തുരുകിയാണ് ആ സ്വർണം ശോധന ചെയ്ത് പുറത്തേക്ക് എത്തുന്നത്. സഹനത്തെ അതിജീവിച്ച് നമ്മുടെ വിശ്വാസവും അങ്ങനെ തിളങ്ങുന്ന തങ്കം പോലെ ആയി മാറും. ഇപ്പം 3 സഹനങ്ങൾ പിടികിട്ടുന്നുണ്ട്. 1 നമ്മൾ വരുത്തി വെച്ചത്, 2 മറ്റുള്ളവർ കൊണ്ടു തരുന്നത്, 3 ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങൾ. ഇത് 3 കിട്ടിയിട്ടുള്ളൊരു കൈ ഉയർത്തു. ഞാൻ 2 കൈ നോക്കിയിട്ടുണ്ട്. കുറേ സഹനമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് തന്നിട്ട് പോകണം കേട്ടോ. നിങ്ങൾ ഈ ഏത് ശൂന്യാകാശത്ത് നിന്നാണ് വന്നതെന്ന് അറിയണമെങ്കിൽ എനിക്ക് അവിടുത്തെ അന്യജീവികളെക്കുറിച്ചൊരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ഏത് ലാംഗ്വേജാണ് പറയുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ബൈബിളൊന്ന് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. സഹനമില്ലാത്ത കുറേ പേര് ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നതായിരിക്കുമല്ലേ സഹനം. ഇത് ദൈവം അനുവദിച്ചാണ് കേട്ടോ. ഇത് ദൈവം അനുവദിച്ചാണ് നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞേ ഹല്ലേലൂയ. 4ാമത്തെ ഒരെണ്ണമുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. സാത്താൻ കൊണ്ടെത്തരുന്ന ഒരെണ്ണം ഉണ്ടോ? തലയൊക്കെയാണ്. ഹല്ലേലൂയ അച്ഛാ, അത് തന്നെ മൊത്തം അതേലും നമ്മളങ്ങ് കുടുങ്ങി കിടക്കുകയാണ്. സാത്താൻ കൊണ്ടെത്തരുന്ന സാധനം. ഈ 3 നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. 4ാമത്താണ് ഈ സാത്താൻ കൊണ്ടെത്തരുന്ന സഹനം. ഒരു എക്സാമ്പിൾ എന്നോട് പറ. 3 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഒരെണ്ണത്തിൻ്റെ നിങ്ങൾ പറ. പശുവിനെ കറക്കാൻ പോയപ്പോൾ പശു ദാണ്ട കിടക്കുന്നു തൊഴുത്തിൽ നിലത്ത്, സാത്താൻ അടിച്ച്. ആണോ? ഡോണ്ട് മേക്ക് ഹിം സോ ചീപ്പ്. നിങ്ങളുടെ പശുവിനെ അടിച്ചിടലല്ല പശുവിൻ്റെ പണി, അല്ല ആരാ? പിശാചിൻ്റെ പണി. എന്താണ് പിശാച് കൊണ്ടുതരുന്ന ചില സഹനങ്ങളുണ്ടോ? ഉണ്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കുക. നല്ല ശ്രദ്ധയോടിരിക്കും. തലയും കണ്ണും ഒക്കെ മൂക്കും ഒക്കെ തുറന്നു പിടിക്കും. വാ മാത്രം തുറക്കരുത്, ചോദിക്കുമ്പോൾ മാത്രം തുറന്നാൽ മതി. ഈ 3 നമുക്കുണ്ടല്ലേ. ഞാൻ വരുത്തി വയ്ക്കുന്നത്, മറ്റുള്ളവർ ഒപ്പിക്കുന്നത്, ദൈവം അനുവദിക്കുന്നത്. ഇതിനകത്ത് സാത്താൻ്റെ ഒരു റോള് കിടപ്പുണ്ട്. എവിടെയാണെന്നറിയോ? ഈ 3 അവൻ ഒരു പ്രലോഭനമായിട്ട് ഉപയോഗിക്കും. എന്തിന്? കർത്താവിനെതിരെ നിന്നെ ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തന്നെ ഒപ്പിച്ചു വെച്ച അബദ്ധമായിരിക്കും. വണ്ടി നോക്കിയിട്ട് ക്രോസ് ചെയ്താൽ മതി. മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട് നടന്നു, വണ്ടി ഇടിച്ചു, കാലൊടിഞ്ഞു. പിശാച് കൊണ്ടുതരുന്ന പ്രലോഭനം. കുർബാനയ്ക്ക് പോകുന്നതാ ഞാൻ, ബൈബിൾ വായിക്കുന്നതാ ഞാൻ, വണ്ടിയുടെ മുമ്പിൽ ഈശോയ്ക്ക് നിൽക്കാൻ പാടില്ലേ, തടയാൻ പാടില്ലേ. നമ്മൾ തന്നെ കുറേ ഒപ്പിച്ചു വെച്ചിട്ട് കർത്താവിനോട് ചോദ്യം ചെയ്യും. ഉണ്ടായിട്ടുണ്ടേ. ഇതാര് കൊണ്ടുതരുന്നതാണ്? പിശാച്. കിട്ടുന്നുണ്ടോ? ഞാൻ ഒപ്പിച്ചു വെച്ച സഹനത്തെ പോലും ദൈവത്തിനെതിരെയുള്ളൊരു ആയുധമാക്കി തിരിക്കാൻ പിശാച് അതിനെ ഒരു മരുന്നാക്കി മാറ്റും. 2 മറ്റൊരാൾ കൊണ്ടുതരുന്ന സഹനം. അയാൾ വന്ന് വണ്ടി ഇടിച്ചു, നിങ്ങളുടെ കാലൊടിഞ്ഞില്ല, പക്ഷേ നിങ്ങൾ ചെന്ന് അയാളുടെ അയാളുടെ കൈയും കാലും ഒടിച്ചു. ആരുടെ ലൈസൻസ് തന്നെന്നൊക്കെ ചോദിച്ചു. ബാക്കി അച്ഛൻ പറയുന്നില്ല, അൾത്താരയായോണ്ട്. നിങ്ങൾ എന്നൊക്കെയാണ് പറയുന്നതെന്നൊരു നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കും, നോവലായിട്ട് പ്രസിദ്ധീകരിക്കും. അല്ലേ? നമ്മൾ മിക്കവാറും വഴക്കുണ്ടാക്കി നമ്മുടെ ആത്മാവ് മുഴുവൻ നശിപ്പിച്ച്, ശരീരത്തിനൊന്നും പറ്റില്ല, ആത്മാവിനെ കുളവാക്കി വെക്കും മിക്കവാറും. ആ റോട്ടിൽ കിടന്ന് ചീത്തയും വഴക്കുമൊക്കെ ഉണ്ടാക്കി. ഇതും ആരുപയോഗിക്കുന്നു? സാത്താൻ. ഇനി 3ാമത്തെ ഒന്നുണ്ട്, ദൈവം തന്നെ അനുവദിക്കുന്ന ചില സഹനങ്ങൾ. അതിലെ നന്മ തിരിച്ചറിയാൻ പറ്റാത്ത വിധം കണ്ണ് മൂടിയിട്ട് പിശാച് അതിനെ തിരിച്ചൊരായുധമാക്കി മാറ്റും. നിന്നെ സ്നേഹിക്കുന്നു, കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഇങ്ങനെ നിന്നെ വേദനിക്കാൻ അനുവദിക്കുമോ? അങ്ങനെ വേദനിക്കാൻ അനുവദിക്കുമെങ്കിൽ അങ്ങനെ ഒരു ദൈവമില്ല, അങ്ങനെ ഒരു ദൈവത്തെ നീ വിശ്വസിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഈ സഹനത്തെ എല്ലാം പിശാച് ഒരായുധമാക്കി മാറ്റും. പിടികിട്ടുന്നുണ്ടോ? അവിടെയാണ് നമ്മളെല്ലാം വീണു പോകുന്നത്. സഹനത്തെ ഈശോ ഒരനുഗ്രഹമാക്കി മാറ്റുമ്പോൾ സാത്താൻ അതിനെ ഒരു ആയുധമാക്കി മാറ്റുന്നു. ജോബിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജോബിന് ഇത്രയും വിഷമങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നപ്പോഴും ജോബിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയാണ്, എന്നിട്ടും അവൻ ദൈവത്തെ തള്ളി പറഞ്ഞില്ല. പിശാച് ശ്രമിച്ച ഏറ്റവും വലിയ പ്രലോഭനം അവിടെ വീഴ്ത്തുക, ഇവിടെ വീഴ്ത്തുക, അവൻ അസുഖം വരുത്തുക എന്നുള്ളതല്ല, അവൻ ദൈവത്തെ തള്ളി പറയണം. പക്ഷെ ജോബ് തള്ളി പറഞ്ഞില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളൊന്ന് എണ്ണി നോക്കണം. നമുക്കുണ്ടായ സഹനങ്ങളിൽ, വേദനകളിലൊക്കെ എത്രയോ 1000 തവണയാണ് ചിലപ്പോൾ നമ്മൾ വരുത്തി വെച്ചതോ മറ്റുള്ളവർ കൊണ്ടു തന്നതോ ഇനി ദൈവം അനുവദിച്ചതോ ആയ സഹനങ്ങളെല്ലാം നമ്മൾ പിശാചിന് കൂട്ട് നിന്ന് ദൈവത്തെ തള്ളി പറഞ്ഞത്.
വലിയൊരു ആത്മശോധനയ്ക്ക് നമ്മൾ ഒരുക്കണത്. നമുക്ക് ഇപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടെ ഇന്ന് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വേദന, നിയോഗം, ചിലപ്പോൾ അതിനെ സാത്താൻ ആയുധമായിട്ട് ഉപയോഗിക്കും ദൈവത്തെ തള്ളിപ്പറയാൻ വേണ്ടി. എത്രയോ പേരാണ് അങ്ങനെ പോയിട്ടുള്ളതല്ലേ? എത്രയോ പേരാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ഈ വചനം കേട്ടില്ലേ? ഈ യോഹന്നാൻ 10:10 കള്ളൻ വന്നിരിക്കുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് അല്ലേ? ഇല്ലായ്മ ചെയ്യാനും കൊല്ലാനും എന്നൊക്കെ നമ്മൾ പാട്ടിലൊക്കെ പാടാറുണ്ട്. കള്ളൻ വന്നിരിക്കുന്നത് മോഷ്ടിക്കാൻ, കൊല്ലാൻ, നശിപ്പിക്കാൻ. എന്ത് കൊല്ലാൻ, എന്ത് നശിപ്പിക്കാനാണ്? ആത്മാവിനെ. വെരി ഗുഡ്. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ടൊന്ന് ചേർത്ത് ചിന്തിച്ചോ. ഈ സഹനങ്ങൾ, ഈ 3 തരത്തിലുള്ള സഹനങ്ങൾ വന്നാൽ സാത്താൻ കൊല്ലാൻ ശ്രമിക്കും, നശിപ്പിക്കാൻ ശ്രമിക്കും, മോഷ്ടിക്കാൻ ശ്രമിക്കും. എന്താണെന്നറിയോ? നിനക്ക് ഈശോയിലുള്ള ആ വിശ്വാസത്തെ കൊല്ലാൻ, നശിപ്പിക്കാൻ, മോഷ്ടിക്കാൻ ശ്രമിക്കും. അതാണ് പിശാചിൻ്റെ ആയുധം. അവൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കരുത്. തോറ്റു കൊടുക്കാതെ വിജയിക്കണമെങ്കിൽ ഒറ്റ കാര്യം, ഈശോയെ എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ അങ്ങേ വിട്ട് പോകത്തില്ല. എന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ അങ്ങേ വിട്ടു പോകത്തില്ല. കാരണം എന്നെ സംഭവിക്കും, ഇരുട്ടോ, വേദനയോ, സങ്കടങ്ങളോ, ദുരിതങ്ങളോ, ദുഃഖങ്ങളോ, കണ്ണുനീരുകളൊക്കെ വന്നാലും ഈശോയെ നിൻ്റെ കുരിശിൻ ചോട്ടിൽ നിന്ന് ഞാൻ പോകത്തില്ല. ഈശോയുടെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ആത്മീയത മാത്രമല്ല, ഈ കുരിശിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന ഒരു ആത്മീയത. യോഹന്നാനെ ഓർക്കുന്നില്ലേ? നെഞ്ചോട് ചേർന്നിരിക്കാൻ നല്ല സുഖമാണ്, ഫുൾ ടൈം ഹല്ലേലൂയ പ്രാർത്ഥനയൊക്കെ. പക്ഷേ ഈ സഹനത്തിൻ്റെ കുരിശ് നെടുകയും കുറുകെ നിൽക്കുന്ന സമയത്തും വിട്ടുപോകാതെ ആ കുരിശിൻ ചോട്ടിൽ നിൽക്കാൻ പറ്റണം. അതാണ് യഥാർത്ഥ സ്നേഹം, ഈശോയോടുള്ള യഥാർത്ഥ ഭക്തി, വിശ്വാസം. പറഞ്ഞേ ഹല്ലേലൂയ. അവിടുന്ന് തള്ളി മാറ്റാൻ ശ്രമിക്കും. ബാക്കി അപ്പസ്തോലന്മാർ, ബാക്കി ശിഷ്യന്മാരെ എല്ലാം പിശാച് അവിടുന്ന് തള്ളി മാറ്റി. സഹനം വന്നപ്പോൾ രൂപാന്തരീകരണത്തിൻ്റെ സമയത്ത് എല്ലാവരും ഉണ്ട്, അത്ഭുതം സംഭവിക്കുന്ന സമയത്ത് ആൾക്കാരുണ്ട്, അടയാളങ്ങൾ കാണുമ്പോൾ എല്ലാ ആൾക്കാരുണ്ട്, മഹത്വത്തിൻ്റെ സമയത്ത് എല്ലാ ആൾക്കാരുണ്ട്. പക്ഷെ കുരിശ് വന്ന സമയത്ത് നിൽക്കാൻ യോഹന്നാന് മാത്രമേ പറ്റുള്ളൂ. യോഹന്നാന് മാത്രം. പിശാച് ഓടിക്കാൻ ശ്രമിക്കും എല്ലാവരും. വിട്ടുപോയേക്കല്ലേ. എന്നെ സംഭവിച്ചാൽ ഈശോയെ വിട്ടു പോകരുത്. ഈശോ ഉണ്ടെങ്കിൽ എല്ലാമായി. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ ഇങ്ങനെ ഒത്തിരി കഥകൾ പറഞ്ഞിട്ടില്ലേ? അതിനകത്ത് ഒരു കഥ, ഒരു ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. നിങ്ങൾ ഉത്തരം പറയുന്നവർക്ക് ഒരു നല്ല കണ്ണട എൻ്റെ കയ്യിലുണ്ടാവണം, സമ്മാനമായിട്ട് ആർക്ക് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തരം കൃത്യമായിട്ട് പറയാം, ഒറ്റ ചാൻസേ ഉള്ളൂ. അതായത് ഈശോ ഒത്തിരി കഥകൾ പറഞ്ഞിട്ടില്ലേ, ഉപമകൾ അല്ലേ? ഏറ്റവും കൂടുതൽ ഉപമകൾ പറഞ്ഞേക്കുന്നത് ലൂക്കാസ് സുവിശേഷത്തിലാണ്. ഒറ്റ കഥയിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടോന്ന് അറിഞ്ഞൂടാ, ഡീപ്പായിട്ട് ബൈബിൾ വായിക്കുമ്പം, ഇല്ലെങ്കിൽ ഇച്ചിരി ശ്രദ്ധയോടെ ബൈബിൾ വായിച്ചാൽ മതി. ഒറ്റ കഥയിലും ഈശോയുടെ കഥകൾ പറയുമ്പോൾ ആൾക്കാർക്ക് പേര് കൊടുക്കത്തില്ല. ഒരെണ്ണത്തിന് മാത്രമേ പേര് കൊടുത്തിട്ടുള്ളൂ. അതായത് കുറേ കഥാപാത്രങ്ങളുണ്ടല്ലേ? സമരിയക്കാരനെ കുറിച്ച് പറയുമ്പോൾ ഒരുവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമായിരുന്നു, മറ്റൊരുവൻ അവൻ, ഇവൻ, അവൾ, ഇങ്ങനെയുള്ള പ്രൊനൗൺസൊക്കെ ഈശോ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഒറ്റ കഥയിൽ മാത്രമേ ഈശോ പേര് പറയുന്നുള്ളൂ ഒരാളുടെ. അതേത് കഥയാണെന്ന് പറയുന്നത്? പറ. സമ്മാനം. ചേച്ചി കൈ പൊക്കിയിട്ടുണ്ടല്ലോ, പറ. ധനവാനും എവിടുന്ന് പഠിച്ച്? വേദപാഠ ടീച്ചറാണോ? ഇരിക്കി. അത്ര പെട്ടെന്നൊക്കെ ഉത്തരം പറഞ്ഞാൽ ഇവരെ കൊണ്ടൊക്കെ ഞാൻ എന്നാ ചെയ്യും? ലാസ്റ്റല്ലേ പറയാൻ പാടുള്ളൂ. ധനവാനല്ല, ചേച്ചിക്കൊരു സൂപ്പർ കണ്ണട. പൊട്ടിച്ച് കളയില്ല കേട്ടോ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഒത്തിരി കഥകളിൽ ഈശോയുടെ സ്പെഷ്യലാണ്. അതായത് വായിച്ചപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അതായത് വേറെ ഒന്നിനും കഥാപാത്രങ്ങൾക്ക് പേരില്ല, ലാസറിന് മാത്രമേ പേരുള്ള. ഇത് വായിച്ചിട്ടുണ്ട് ഈശോയുടെ ഉമ്മ. 2 പേരുണ്ടായിരുന്നു, ഒരു ധനവാൻ, ലാസർ. ധനവാനും എല്ലാം ഉണ്ടായിരുന്നല്ലേ, വലിയ പട്ടും ഇതും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ലാസറിന് ഒന്നുമില്ല. അവൻ എന്തേലുമൊക്കെ കിട്ടിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ട് വന്നു. 2 പേരും മരിക്കുന്നു. ലാസർ എങ്ങോട്ട് പോകുന്നു? സ്വർഗത്തിൽ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോകുന്നു. ധനവാൻ ഇല്ലായ്മയിലേക്ക്, ഇരുട്ടിലേക്കൊക്കെ പോകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, 2 കഥാപാത്രങ്ങളുണ്ട്. ലാസറിനെ പേര് കൊടുത്തിട്ടുള്ളൂ, ധനവാന് പേര് കൊടുത്തിട്ടില്ല. ബൈബിൾ പഠിക്കുമ്പോൾ ഒരു കുഞ്ഞു കാര്യം ഈശോ ഇങ്ങനെ നമുക്കിങ്ങനെ പഠിച്ച കാര്യങ്ങൾ പിടിയിട്ടും, ഈ ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, ഗോഡ് ഹെൽപ്സ് മീ. ദൈവം എനിക്ക് സഹായം, ദൈവം എന്നെ സഹായിക്കുന്നു. മറന്നു പോയിക്കില്ല കേട്ടോ. ലാസറിൻ്റെ അർത്ഥം എന്താണ്? ദൈവം എനിക്ക് സഹായം, ദൈവം എന്നെ സഹായിക്കുന്നു. ഗോഡ് ഈസ് മൈ ഹെൽപ്പ്, ഗോഡ് ഹെൽപ്സ് മീ. ലാസറിൻ്റെ പേരെന്നാന്ന് ചോദിച്ചാൽ ചുമ്മാ പേര് ഈശോ അങ്ങ് ഇട്ടേക്കല്ല. ഈശോയുടെ കഥയുടെ ഒരു പ്രത്യേകതയാണത്. വേറെ ഒരു കഥകൾക്കും പേരിടാതെ ഇതിന് മാത്രം കഥാപാത്രത്തിന് പേരിട്ടതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇങ്ങനെ ഓർത്തേ. ലാസർ എന്നുള്ളതൊരു ചുമ്മാ ഒരു പേരല്ല. അവനൊന്നുമില്ല, ലോകത്തിൻ്റെ കണ്ണിൽ അവന് ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിൻ്റെ ലിഖിത നിയമങ്ങളിൽ ഒന്നുമില്ല. എന്തേലും കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടു പോകുന്ന, മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം കൊണ്ട് തൃപ്തിപ്പെടേണ്ടവനാണ്. ലോകത്തിൻ്റെ കണ്ണിൽ ഒന്നുമില്ലാത്തൊരുത്തൻ. പക്ഷെ അവൻ്റെ ഏറ്റവും വലിയ ധനം, ഏറ്റവും വലിയ നിധി എന്നാണ്? ആ പേരിലുണ്ടത്, ദൈവം എനിക്ക് സഹായം, ദൈവം എന്നെ സഹായിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തിൻ്റെ കണ്ണിൽ ധനവാൻ എന്തൊക്കെയുണ്ട്? എല്ലാം ഉണ്ട്. ലോകത്തിൻ്റെ കണ്ണിൽ ധനവാൻ എല്ലാം ഉണ്ട്. നമ്മുടെയൊക്കെ
പ്രാർത്ഥനകളോ ധ്യാനങ്ങളോ നിയോഗങ്ങളോ ഒക്കെ ലക്ഷ്യം വയ്ക്കുന്നത് ശരിക്കും ലാസറിനെ പോലെ ആയിത്തീരാനാണോ ധനവാനെ പോലെ ആയിത്തീരാനാണോ? ആത്മശോധനയ്ക്ക് വിധേയമാക്കേണ്ടിയിരിക്കും അല്ലേ? നമ്മുടെ സങ്കടങ്ങൾ അവർ പ്രാർത്ഥിച്ചില്ല, പക്ഷെ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം എന്താണ്? അപ്പം അവരെ പോലെ ആവണം. നിങ്ങൾ അവരെ പോലെ ആവരുത് എന്ന് വെച്ചാൽ പട്ടിണി അടക്കാനോ കീറി ഉടുപ്പിട്ടുകൊണ്ട് നടക്കാനോ അല്ല പറയണത്. അവർ ലോകത്തിൻ്റെ ധനങ്ങൾ തേടി നടക്കുന്നു. നീ ലാസറിനെ പോലെ ആവണം. അവൻ്റെ ഏറ്റവും വലിയ ധനം ദൈവം അവന് സഹായമായിട്ടുണ്ടെന്ന് അവന് തന്നെ ബോധമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതവൻ നഷ്ടപ്പെട്ടു പോയുമില്ല. അവൻ പരാതി പറഞ്ഞില്ല. ബ്രെഡിൻ്റെ കഷ്ണം കിട്ടുമ്പോൾ നായ്ക്കൾ വന്ന് വ്രണം നക്കുമ്പോൾ അവൻ പരാതി പറഞ്ഞില്ല. അവന് ദൈവം സഹായം. ഒന്നുമില്ലാത്തപ്പോഴും അവൻ്റെ ബോധം അതായിരുന്നു, എനിക്ക് ദൈവം സഹായം. ധനവാന് പേര് കൊടുക്കാത്ത എന്താണെന്നറിയോ? ധനവാനുള്ള പേര് അവൻ്റെ ധനമാണ്. അത് പോയാൽ അവനില്ല. നിങ്ങൾ അവരെ പോലെ ആവരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഈ പ്രാർത്ഥനകൾ, നമ്മുടെ വചന ധ്യാനങ്ങൾ, നമ്മളൊരു ബലിയർപ്പിക്കുമ്പോൾ ചില നിയോഗങ്ങൾ വെക്കുന്നു. നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോയി ചില നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. തെറ്റില്ല. പക്ഷെ പരമമായ ലക്ഷ്യം എന്തായിരിക്കണം? ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത, പുഴുവരിക്കാത്ത, കള്ളം കൊണ്ടുപോകാത്ത ആ നിധി, ആ ധനം, ആ നിധി കണ്ടുപിടിച്ചയാൾ ചിലപ്പോൾ വയലൊക്കെ വിറ്റ് കളയും. ആൾക്കാർ ചിലപ്പോൾ അയാളെ കളിയൊക്കെ എന്നെ മണ്ടനാടാ, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ടൊക്കെ ഈ വിശ്വാസമൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കാൻ നാണമില്ലെന്ന് ചിലപ്പോൾ നിങ്ങളുടെ കോളേജുകളിൽ, നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ അയൽപ്പക്കങ്ങളിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ചോദിക്കും. പറഞ്ഞേക്കണം, നിധി കണ്ടെത്തിയവന് വയല് വേണ്ട. കിട്ടുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞാൽ പട്ടിണി കിടക്കാനോ കീറി മുറിഞ്ഞ് നടക്കാനോ ഒരു വൃത്തികെട്ട് നടക്കാനോ അല്ല പറയണത്. നല്ല മിടുക്കരായിട്ട് ഈശോയുടെ കുഞ്ഞുങ്ങളായിട്ട് അഭിമാനത്തോടെ നടക്കണം. കാരണം നമ്മുടെ കയ്യിൽ നിധിയുണ്ട്. നിധി, ആ നിധിയുടെ പേരാണ് ഈശോ. എല്ലാം പിടികിട്ടുന്നുണ്ടോ? ദഹിക്കാൻ ബുദ്ധിമുട്ടാണിത്. അറിയാൻ പറ്റാഞ്ഞിട്ടല്ല, ചവയ്ക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഇതല്ല നമുക്ക് കേൾക്കേണ്ടത്. ഇതല്ല നമ്മുടെ ആത്മീയത എന്നൊക്കെ ചിന്തിച്ചു പോകുന്നൊരു കാലമായിപ്പോയി. ഞാൻ ചോദിച്ചതെല്ലാം കിട്ടിയാൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, ഞാൻ പ്രാർത്ഥിക്കുന്നതിനൊക്കെ കർത്താവ് ഉത്തരം തന്നാൽ ബ്ലെസ്ഡ് ലൈഫ്. ആത്മീയത അതല്ല, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി അതല്ല. പക്ഷെ അത് ജനത്തിന് വേണ്ടാത്ത ഒരു കാലത്തേക്കായിപ്പോയി. നമ്മൾ ചോദിച്ച ഉടനെ കിട്ടണം, ചോദിച്ചത് 10 ഇരട്ടിയായിട്ട് കിട്ടണം, ഉത്തരം കിട്ടിയാലേ അടുത്ത സ്ഥലം തേടി പോകണം, അതിനെ സാക്ഷ്യപ്പെടുത്തണം. ഇതല്ല കർത്താവിൻ്റെ സുവിശേഷം. നീ കീറി മുറിഞ്ഞ് നിൽക്കുമ്പോഴും എന്നെ കർത്താവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് കർത്താവിനെ ഇല്ലായ്മകളിൽ എടുത്തു പറയാൻ പറ്റുന്നവനാണ് യഥാർത്ഥ സാക്ഷി. അത് പക്ഷേ നമ്മൾ പത്രങ്ങളിലോ നോട്ടീസുകളിലോ ചിലപ്പോൾ TV ചാനലുകളിലോ യൂട്യൂബ് ചാനലുകളിലോ ചിലപ്പോൾ പരസ്യമായിട്ട് വന്നെന്ന് വരില്ല. പക്ഷേ ഈശോയുടെ സ്വർഗത്തിലെ ചാനലിൽ യു വിൽ ബി ദെയർ, ദ സ്ക്രോളിംഗ് ന്യൂസ്. ദൈവം ഒരാളും കൂടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു സഹനത്തിൽ. കിട്ടുന്നുണ്ടോ? ഈ സഹനം മാറിക്കഴിഞ്ഞിട്ട് ഹല്ലേലൂയ പാടുന്നവരെ അല്ല സ്വർഗത്തിൻ്റെ സ്ക്രോളിങ്ങിൽ സാക്ഷ്യമായിട്ട് മാറുന്നത്. ഒന്നുമില്ലാത്തൊരു സമയത്തും കീറിപ്പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്തും എനിക്ക് കർത്താവുണ്ടെന്ന് പറയുന്ന ലാസർ ബ്രേക്കിംഗ് ന്യൂസായിട്ട് സ്വർഗത്തിൽ വരും. വലതുവരെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ഒരു വലിയ തൃഷ്ണ, നമ്മുടെ വലിയൊരു ആഗ്രഹം, ഓട്ടമൊക്കെ ഈ ലോകത്തിൻ്റെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് മാറാനാണ്. കുറച്ചുകൂടെ ഉയരണം, കുറച്ചുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം, കുറച്ചുകൂടെ ഉയരണം, കുറച്ചുകൂടെ അറിയപ്പെടണം, കുറച്ചുകൂടെ പൈസ വേണം, കുറച്ചുകൂടെ വലിയ വീട് വേണം. എല്ലാം നല്ലതാണ്. ഈശോ ഇല്ലെങ്കിൽ എന്നാ ചെയ്യും? വയലുണ്ട് 40 ഏക്കർ. പക്ഷേ ഈശോ എന്ന നിധിയില്ല. പിടികിട്ടണുണ്ടാവാ? പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തിൻ്റെ കണ്ണിൽ അപ്പോഴും നീ ദരിദ്രനായിരിക്കും, അപ്പോഴും ദരിദ്രനായിരിക്കും. ലോകത്തിന് മുമ്പിൽ അപ്പോഴും തോറ്റു നിൽക്കുകയാണ്. ഈശോയുടെ മുമ്പിൽ നീ ജയിച്ച് നിൽക്കുകയാണ്. വിജയം നേടിയ ഒരുത്തൻ്റെ മുമ്പിൽ നീയും വിജയിച്ച് നിൽക്കുകയാണ്. പിടികിട്ടുന്നുണ്ടോ? സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നവരെ ലോകത്തിൻ്റെ കണ്ണിലല്ല, കർത്താവിൻ്റെ നിയമത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ട് തന്നെ ഇരിക്കും. ലോകം അനുഗ്രഹത്തെ ചിലപ്പോൾ ഇങ്ങനെ വിളിക്കും. ഇങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. നല്ല വീട്, നല്ല ബംഗ്ലാവ്, 5-6 ഭാര്യമാർ, അല്ല സോറി മാറിപ്പോയി, 5-6 എന്തൊക്കെയും എന്തെങ്കിലുമൊക്കെ. നമ്മൾ ചിലരിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ 10 ഇരട്ടിയായി തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കല്യാണമൊക്കെ അങ്ങനെ നടന്നു പോയാൽ എന്നാ ചെയ്യും? ഞാൻ അതല്ല, ലോകത്തിൻ്റെ കണ്ണിൽ അതാണ് അനുഗ്രഹം. ഇല്ലായ്മകളിലും സുവിശേഷം പ്രഘോഷിക്കുന്നതാണ് കർത്താവിൻ്റെ മുമ്പിൽ നിനക്ക് വയ്ക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ അത്രയും കാലം നിരാശയിലേക്ക് കടന്നു പോകാനല്ല, ഇങ്ങനെ കടന്നെഴയാനല്ല. നിന്നെ അനുഗ്രഹമാക്കി ഈശോ മാറ്റും. കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന നിന്നെ, ധൈര്യം അവലംബിച്ചിരിക്കുന്ന നിന്നെ കർത്താവ് പരസ്യമായിട്ടൊരു സാക്ഷ്യമാക്കി മാറ്റും. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ.
വിശ്വസിക്കുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയാ.